الشيطان الرجيم بسم الله الرحمن الرحيم بسم الله ما شاء الله بسم الله ما شاء الله كان بشأن لا حول ولا قوة إلا بالله العلي العظيم سبحان الله والحمد لله വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ജീവിത നിലവാരത്തിന് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ സമ്പത്താണ്. സമ്പത്ത് നമുക്കില്ല എങ്കിൽ നമ്മുടെ ജീവിതം ഏറ്റവും കൂടുതൽ അതപ്പതിച്ച് തകരാറായി ആകെ അങ്ങ് പ്രശ്നമായി മുസീബത്തായി അങ്ങ് നശിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യം സമ്പത്താണ്. സമ്പത്ത് തൊഴിലിനോടൊപ്പമാണ് സമ്പത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ തൊഴിലുണ്ടാവണം, സമ്പത്തുണ്ടാവണം, അതിൽ അഭിവൃദ്ധി ഉണ്ടാകണം. അങ്ങനെ സമ്പത്ത് നമുക്കുണ്ടായി ഇങ്ങനെ വരുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആരോഗ്യം നമുക്ക് ഇല്ലാതെ വന്നുപോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്ത് വേണം? തൊഴിൽ വേണം, സമ്പത്ത് വേണം നമുക്ക്. അതോടൊപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ദാനമായി എല്ലാം അള്ളാഹു തന്നെ തരുന്നത്. എങ്കിലും പ്രത്യേകിച്ച് ഒന്നുകൂടി പറയുന്നു, നമുക്ക് ആരോഗ്യം ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ്. അപ്പോൾ ആരോഗ്യം കൂടി നമുക്ക് തരണം. നമ്മുടെ വീട്ടിലുള്ള ഒരാൾ തന്നാൽ പോരാ, നമ്മുടെ വീട്ടിൽ ഭാര്യ മക്കൾ ഒക്കെ ഉണ്ട്. എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നമുക്ക് ആരോഗ്യം തരണം. അതോടൊപ്പം സമ്പത്ത്, എല്ലാവിധ ഗുണങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല തരണം. അതിന് ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ അള്ളാഹു മനസ്സിൽ നമ്മൾ ശരിക്ക് കണ്ടുകൊണ്ട് ഈ ദിക്റുകൾ നമ്മൾ കൂടി ഇങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഉണ്ടാവുകയും അതോടൊപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം അള്ളാഹുവിൻ്റെ നോട്ടം ഉണ്ടാവുകയും നമുക്ക് ഗുണങ്ങൾ വാരിക്കോരി തരികയും ചെയ്യും എന്നുള്ള കാര്യത്തിലും ഒരു തർക്കവുമില്ല. ഒരു പക്ഷേ ഇതൊക്കെ കിട്ടാൻ കുറെ താമസം വന്നെന്ന് വരും. കാര്യം അങ്ങനെ പെട്ടെന്ന് ഇനി വാരിക്കോരി അള്ളാഹു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറേ ദിക്റൊക്കെ ചൊല്ലിക്കൊണ്ട് ഒരു ദുആ ചെയ്യുമ്പോഴത്തേ എല്ലാവരും സമ്പന്നന്മാരാവത്തില്ലേ? അത് നടക്കത്തില്ല. കുറേ താമസങ്ങളൊക്കെ വരും എന്ന് കരുതി നമ്മൾ ഈ ദിക്റുകൾ ചെല്ലാതിരിക്കരുത്. ഈ ദിക്റുകളെ അങ്ങനെ ഒരു നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയില്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദിക്റുകളാണ്, അതിൻ്റെ ഖുർആൻ ശരീഫിലുള്ള ദിക്റുകളാണ് ഈ പറയാൻ പോകുന്നത്. അതിനെ നമ്മൾ പുച്ഛിക്കുകയോ നമ്മൾ എതിർക്കുകയോ നമ്മൾ മാറ്റിവെക്കുകയോ ചെയ്താൽ വളരെ ബുദ്ധിമുട്ടുകൾ നമുക്ക് പിന്നീട് ഉണ്ടാവും. അതുകൊണ്ട് ഈ ദിക്റുകൾ എന്ന് പറയുന്ന കൊച്ചു കാര്യങ്ങളൊന്നുമല്ല. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ നിന്നും ഇങ്ങനെ എടുത്തതാണ് ഈ ദിക്റുകൾ എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ ആർക്കും പറഞ്ഞു തീർക്കാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് സമ്പത്തും ആരോഗ്യവും കുടുംബത്തിലുള്ള എല്ലാവർക്കും ഗുണകരമായി ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെയും പിന്നീട് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് ദുനിയാവെന്ന് പറയുന്ന ഒരു പരീക്ഷണശാലയാണ്. അല്പസമയം നമ്മുടെ ജീവിതമുള്ളൂ. നമ്മുടെ എല്ലാവരുടെയും ജീവിതം അല്പസമയമേ ഉള്ളൂ. അടച്ച കണ്ട് തുറക്കുന്നതിന് മുമ്പ് ദുനിയാവിലെ ജീവിതം അങ്ങ് തീരുകയാണ്, നമുക്കറിയാമല്ലോ. എന്നാൽ കാലാകാലമായ ഒരു ജീവിതം നമുക്ക് കിടപ്പുണ്ട്. അതാണ് ആഖിറം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആഖിറത്തിലേക്ക് നാം എല്ലാവരും പോകാനുള്ളവരാണ്. അങ്ങനെ ആഖിറത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വെച്ച് തന്നെ അതിൻ്റെ വഴിപാടുകൾ, അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെയ്തിരിക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ ഈ ലോക ജനങ്ങളെ അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ അലങ്കരിക്കണം. നമുക്ക് സമ്പത്തും എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് വരുന്നതോടൊപ്പം തന്നെ നമ്മൾ അള്ളാഹുവിനെ നമ്മൾ മനസ്സിൽ കാണുകയും അള്ളാഹുവിൻ്റെ ആരാധനയ്ക്ക് ഒരു കോട്ടവും വരുത്താതെ ഉണ്ട് നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. നമസ്കാരം വേണം, നോയമ്പ് വേണം, സക്കാത്ത് വേണം, ദിക്റ് വേണം, സലാത്ത് വേണം. ധർമ്മം ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒന്നാണ്. ധർമ്മം കൊടുക്കുക. നമ്മൾ ധർമ്മം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല കാര്യമാണ് സദക്ക. ഇതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ദുആ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ദുആ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയും അതിന് നമുക്ക് ഗുണം കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് തൽക്കാലം ഞാനിപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. ഞാനിതാ ഇപ്പോൾ ആ ദിക്റ് ഞാനിവിടെ ചെല്ലാൻ പോകുന്നു. വലിയ പാടുന്നുള്ള ദിക്റല്ല. ഈ ദിക്റ് നിങ്ങൾ ഈ ചെല്ലുന്ന സമയത്ത് ഏതെങ്കിലും ഒരു സമയം, ഒന്നീ ഒരു രാത്രി അല്ലെങ്കിൽ ഒരു രാവിലെ അല്ലെങ്കിൽ ഒരു 5 മണി ഒരു അസറിന് ശേഷം അല്ലെങ്കിൽ ഒരു 10 ശേഷം ഈ ദിക്റ് നിങ്ങൾ ചെല്ലണം. 101 പ്രാവശ്യം ആദ്യം നിങ്ങൾ ചെല്ലണം. പിന്നെ കിട്ടുന്ന സമയമെല്ലാം നിങ്ങൾ ഇത് ചെല്ലുക എന്നുള്ളത് എനിക്കിപ്പോൾ പറയാനുള്ളൂ. ഞാനിതാ ഈ ദിക്റ് ചെല്ലാൻ പോകുന്നു. അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
اللهم إني أسألك العافية اللهم إني أسألك العافية اللهم إني أسألك العافية ഒരു 101 പ്രാവശ്യം നിങ്ങൾ വിസ്മയിച്ചതിന് ശേഷം നിങ്ങളിത് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യണം. അത് ദുആ ചെയ്യുന്ന സമയത്ത് അൽഹംദു തുടങ്ങിയിട്ട് ദുആ തുടങ്ങിയിട്ട് ആ അൽഹംദുലില്ലാ ദുആ തീർക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്പം താമസം നേരിട്ട് പോയാൽ തന്നെയും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് ബർക്കത്ത് തുടങ്ങിയുള്ള ഗുണങ്ങളൊക്കെ തരുമെന്നുള്ള കാര്യത്തിലും ഒരു സംശയമില്ല. പിന്നെ ദുനിയാവും നമുക്ക് രക്ഷപ്പെടാം, ആഖിറവും രക്ഷപ്പെടാം. എല്ലാം കൊണ്ടും നല്ലത് തന്നെ. ഇത് ചെയ്യണമെന്ന് തീർത്ത് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും എന്നും കൂടി പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.